الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد. സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും ഗുണപാഠങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. മൂസ അലൈഹിസ്സലാം കലീമുല്ലാഹ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഉലുൽ അസ്മിൽ ശ്രേഷ്ഠനാണ്. എന്തിനാണ് അള്ളാഹുവിൻ്റെ കലീം എന്ന് മൂസ അലൈഹിസ്സലാമിനെ വിശേഷിപ്പിക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ച അവൻ്റെ റസൂലാണ് മൂസ അലൈഹിസ്സലാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയോടും റബ്ബ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ റബ്ബിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. അള്ളാഹുവിനെ ഈ ദുനിയാവിൽ ആരും തന്നെ ഉണർച്ചയിൽ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതേക്കുറിച്ച് ചോദിച്ചു. ഹൽ റഅയ്ത റബ്ബക്, നബി അങ്ങയുടെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറുൻ അന്ന അറാഹ്, നൂറുൻ അന്ന അറാഹ്. നൂറുൻ, നൂറുൻ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, അഥവാ റബ്ബിൻ്റെ മുന്നിലെ മറ പ്രകാശമാണ്. അന്ന അറാഹ്, ഞാൻ എങ്ങനെ റബ്ബിനെ കാണാനാണ്? മറ്റൊരു ഹദീസിൽ കാണാം, അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യനാം വമാ യൻബഗി ലഹു അൻ യനാം യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ ഹിജാബുഹു നൂർ ലൗ കശഫഹു ലഅഹ്റഖത് സുബ്ഹാത്ത് വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറയാൻ എഴുന്നേറ്റ് നിന്നു എന്നാണ്. ഈ ഹദീസ് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, ഇതിൽ മുഴുവൻ അഖീദയാണ്, വിശ്വാസമാണ്. അപ്പോൾ അഖീദ, വിശ്വാസം ആളുകളുടെ മുന്നിൽ പ്രസംഗിക്കുക, അതിനുവേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ലാ യനാം, അല്ലാഹു ഉറങ്ങുകയില്ല. വലാ യൻബഗി ലഹു അൻ യനാം, ഉറങ്ങുക എന്നത് റബ്ബിന് യോജിക്കുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം അവൻ്റെ ഹയാത്ത് അത് അത്രയും പരിപൂർണമാണ്. അവൻ്റെ ഖയ്യൂമിയ്യ, അവൻ ലോകത്തെ നിലനിർത്തുന്നത് അവനാണ്. ലോകരെല്ലാം നിലനിൽക്കുന്നത് അവനെ കൊണ്ടാണ്. അത് പരിപൂർണമാണ്, അതിന് യോജിക്കുകയില്ല അവൻ ഉറങ്ങുക എന്നത്. യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു, അല്ലാഹു തുലാസ് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ റിസ്ക് ഇറക്കുന്നു, അമലുകൾ മുകളിലേക്ക് ഉയർത്തുന്നു. അങ്ങനെ പലതും അവൻ ഇറക്കുന്നു, പലതും അവൻ ഉയർത്തുന്നു. അവനിലേക്ക് അടിമകൾ രാത്രി ചെയ്ത അമലുകൾ പകൽ ചെയ്ത അമലുകൾക്ക് മുൻപേ കയറിപ്പോകുന്നു.
പകൽ ചെയ്ത അമലുകൾ രാത്രി ചെയ്യുന്ന അമലുകൾക്ക് മുൻപേ കയറിപ്പോകുന്നു. അതിലൂടെ മനസ്സിലാക്കാം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. ഹിജാബുഹു നൂർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജാബുഹു നൂർ, അവൻ്റെ മുന്നിലെ മറ അത് പ്രകാശമാണ്. ലൗ കശഫഹു, അള്ളാഹു എങ്ങാനും അത് നീക്കിയിരുന്നുവെങ്കിൽ ലഅഹ്റഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവൻ്റെ മുഖത്തിൻ്റെ ഭംഗിയും വെളിച്ചവും കൊണ്ട് അവൻ്റെ ദൃഷ്ടി എത്തുന്നിടം മുഴുവൻ കരിഞ്ഞുപോയേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അവൻ്റെ മുന്നിലെ മറ അത് നൂറാണ്. അതാണ് ഹദീസിൽ റബ്ബിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? നൂറുൻ അന്ന അറാഹ്, നൂറുൻ അന്ന അറാഹ്. എന്നാൽ ചില പിഴച്ച കക്ഷികൾ ഈ ഹദീസിൻ്റെ പദത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നൂറുൻ അന്ന അറാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ മാറ്റി നൂറാനിയുൻ റആഹ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ നേരിട്ട് കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വഖദ് അഅദമ അലല്ലാഹിൽ ഫിർയ, അവൻ അള്ളാഹുവിനെ കുറിച്ച് അതിഗൗരവമായ, റബ്ബിൻ്റെ പേരിൽ അതിഗൗരവമായ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റബ്ബിനെ കണ്ടിട്ടില്ല, പക്ഷേ റബ്ബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ മൂസ അലൈഹിസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ചു. റബ്ബ് തൗറാത്ത് നൽകാൻ മൂസ അലൈഹിസ്സലാമിന് ചില ദിവസങ്ങൾ നിശ്ചയിക്കുകയും ഖൗമിൻ്റെ അരികിൽ അവരെ നോക്കാൻ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ നിശ്ചയിച്ച് മൂസ അലൈഹിസ്സലാം പുറപ്പെടുകയും ചെയ്തു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുന്ന വേളയിൽ, തബൂക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തിയ യുദ്ധമാണ്. ഇസ്തിഗ്ഫാർ എന്നാൽ സകലരോടും പുറപ്പെടാൻ ഉത്തരവിട്ട യുദ്ധമാണ്. അതിലാർക്കും പിന്നെ ആരോഗ്യവും കഴിവുമുള്ള അന്ധനോ രോഗിയോ മുടന്തനോ ഒന്നുമല്ലാത്ത ആർക്കും പിന്നെ ഇളവില്ല. സകലരും പോയ യുദ്ധം, മുനാഫിഖുകൾ ഒഴികെ. അതുപോലെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില സഹാബിമാർ അവരതിന് പോകാതിരുന്ന കഥ വളരെ പ്രസിദ്ധമാണ്. അവരൊരിക്കൽ മുനാഫിഖുകളല്ല, പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിമാരാണ്. പക്ഷേ അവർക്ക് ആ സമയത്തൊരു അബദ്ധം സംഭവിക്കുകയും അതിന് പോകാതിരിക്കുകയും ചെയ്ത കഥ വളരെ പ്രസിദ്ധമാണ്. ശരി, ബാക്കി എല്ലാവരും പുറപ്പെട്ടു പോയ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഉള്ള ധീരതക്കറിയപ്പെട്ട അലിയെ കൂട്ടിയില്ല. അലിയോട് സ്ത്രീകളെയും കുട്ടികളെയും ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിൽക്കാൻ പറഞ്ഞു. അലി ബിൻ അബി താലിബിന് പ്രയാസമായി. കാരണം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ധീരതക്കത്രയും അറിയപ്പെട്ട സഹാബിയാണ്. ഖൈബറിൽ മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുകയും അവരെ ഒരുപാട് പേരെ യുദ്ധത്തിൽ നേരിടുകയും ചെയ്ത യഹൂദികളിലെ വീരനോട് അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ, എൻ്റെ ഉമ്മ ഹൈദർ എന്ന് പേര് വിളിച്ച ഒരു പുലിയെന്ന് പേര് വിളിക്കപ്പെട്ട ആളാണ് എന്ന് പറയുകയും പിന്നെ പരാജയപ്പെടുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ധീരതക്കറിയപ്പെട്ട സഹാബിയാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അലിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേണ്ടതെന്ന് പറയുന്നത്. അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂടെ എന്നെ ഇവിടെ നിർത്തിയിട്ടാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കൂട്ടാത്തതുപോലെ എന്നെ കൂട്ടാതെയാണ് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമാ തർദ അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ ഗൈറ അല്ലാ നബിയ ബഅദി. മൂസ അലൈഹിസ്സലാം ഹാറൂനെ ഖൗമിൽ നിശ്ചയിച്ചുകൊണ്ട് പോയതുപോലെ ആ സ്ഥാനത്ത് എൻ്റെ അരികിൽ മൂസാക്ക് ഹാറൂൻ എങ്ങനെയാണ് അതുപോലെ ഉള്ള സ്ഥാനത്ത് നിൽക്കുന്നതിൽ നിനക്കതുപോലെ തൃപ്തിയില്ലേ? പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ഗൈറ അല്ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. മൂസ അലൈഹിസ്സലാം നബിയാണ്, അതുപോലെ ഹാറൂൻ നബിയാണ്.
പക്ഷേ എനിക്ക് ശേഷം ഒരു നബിയില്ല. നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ കാര്യങ്ങളിൽ സംശയങ്ങളുടെ ചെറിയ പഴുതുകൾ പോലും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അടക്കുന്നത് എന്ന് നോക്കൂ. നിങ്ങൾ കിതാബു തൗഹീദിലെ മനോഹരമായ ഒരു അധ്യായത്തിൻ്റെ പേര് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഹിമായത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബ് തൗഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൻ്റെ ആ കോട്ട എങ്ങനെയാണ് കാത്തത് എന്ന അധ്യായം. അതുപോലെ നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പക്ഷേ എനിക്ക് ശേഷം ഒരു നബിയില്ല എന്ന്. ഹാറൂൻ അലൈഹിസ്സലാമിനെ അവിടെ നിശ്ചയിച്ചുകൊണ്ട് മൂസ അലൈഹിസ്സലാം പോവുകയാണ്. മൂസ അലൈഹിസ്സലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ഇടത്തേക്ക് പോവുകയാണ്. അങ്ങനെ മൂസ അലൈഹിസ്സലാം റബ്ബ് നിശ്ചയിച്ച അരികിലെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് ചോദിച്ചു, വമാ അജലക അൻ ഖൗമിക യാ മൂസ. എന്താണ് മൂസ ധൃതിപ്പെട്ടു വന്നത്, വേഗം വന്നത്, ഖൗമിനെ പിന്നിലാക്കി വന്നത്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഹും ഉലാഇ അലാ അഥരി വഅജിൽതു ഇലൈക റബ്ബി ലിതർദ. റബ്ബേ, അവർ എൻ്റെ ജനത എൻ്റെ പിന്നിലുണ്ട്. വഅജിൽതു ഇലൈക, റബ്ബേ നിന്നിലേക്ക് ഞാൻ ധൃതിപ്പെട്ടു വന്നത്. ലിതർദ, നീ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൂസ അലൈഹിസ്സലാം റബ്ബിനോടുള്ള അതിയായ സ്നേഹത്താൽ, അല്ലാഹുവിൻ്റെ സംസാരം കേൾക്കാനുള്ള കൊതിയാൽ ധൃതിപ്പെട്ടു പോയതാണ്. എന്നാൽ റബ്ബ് ചോദിച്ചപ്പോൾ അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു, വഅജിൽതു ഇലൈക റബ്ബി ലിതർദ, റബ്ബെ നീ തൃപ്തിപ്പെടാൻ വേണ്ടി ഞാൻ ധൃതിപ്പെട്ടു എന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ആ യാത്ര ഒരിക്കലും എന്ത് തോന്നിയില്ല, ഒരു മടുപ്പ് തോന്നിയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അസ്ഹാബുൽ കഹ്ഫിലെ ഒരു കഥയാണ്. ഇൻഷാ അല്ലാഹ് മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ, മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് ധാരാളം ഉപകഥകളുള്ള ചരിത്രമാണ്. ഖാറൂനിൻ്റെ ചരിത്രം, അതുപോലെ ഖദർ അലൈഹിസ്സലാമിനെ കാണാൻ പോയ ചരിത്രം, ഇങ്ങനെ ധാരാളം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് കഥകളുള്ള മഹത്തരമായ ചരിത്രമാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. ഞാൻ മുമ്പ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഒരു വാക്ക് ഈ ദർസിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതായത് അള്ളാഹുവിൻ്റെ നബിമാരുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചരിത്രമാണ് ആരുടെ ചരിത്രം? മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. ആരുടെ ചരിത്രത്തെക്കാൾ? യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തെക്കാൾ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് കാണാം. കാരണം റബ്ബ് അതുകൊണ്ടാണ് അത്രയും തവണ ആവർത്തിച്ചത്. എന്നു മാത്രമല്ല, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ ആ ചരിത്രത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിനോട് ശത്രുത വെച്ചവരുടെ ശത്രുത എന്തിൻ്റെ പേരിലുള്ള ശത്രുതയായിരുന്നില്ല? ദീനിൻ്റെ പേരിൽ, ബറക്കല്ലാഹു ഫീക്, ദീനിൻ്റെ പേരിലുള്ള ശത്രുതയായിരുന്നില്ല. ഏറ്റവും കടുത്ത ശത്രുത എന്നത് എന്താണ്? ദീനിൻ്റെ പേരിലുള്ള ശത്രുതയാണ്. അതിൻ്റെ പേരിൽ നിന്നോട് ഒരാൾ വിരോധം വെച്ചാൽ അത് സുബ്ഹാനല്ലാഹ് മറ്റൊന്നുകൊണ്ട് നീങ്ങാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള നബിമാർ സഹിച്ച പരീക്ഷണങ്ങൾ ഇതിലും വലിയ പരീക്ഷ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പരീക്ഷണത്തെക്കാൾ വലിയ പരീക്ഷണമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയും. കാരണം അതുകൊണ്ട് റബ്ബ് ആവർത്തിച്ചു നോക്കും. മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഏറ്റവും അധികം ആവർത്തിച്ചു. അതുപോലെ നൂഹ്, ഹൂദ്, സാലിഹ്, ശുഐബ് അലൈഹിമുസ്സലാം തുടങ്ങിയ ഖൗമിൽ നിന്ന് കടുത്ത പരീക്ഷണം നേരിട്ട, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഒരുപാട് സഹിക്കേണ്ടി വന്ന അള്ളാഹുവിൻ്റെ നബിമാരുടെ ചരിത്രം റബ്ബ് ആവർത്തിച്ചു. നബിമാർക്കിടയിലൂടെ തഫാദുൽ നമ്മൾ പറയുമ്പോൾ അതിനർത്ഥം എന്തല്ല? അള്ളാഹുവിൻ്റെ നബിമാരെ ആരെയെങ്കിലും ഒരിക്കലും അവരുടെ സ്ഥാനം താഴ്ത്തുകയല്ല, മറിച്ച് അവരെല്ലാം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. പക്ഷേ അവരിൽ ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. തിൽക റുസുലു ഫദ്ദൽന ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമ അല്ലാഹ് വറഫഅ ബഅദഹും ദറജാത്ത്. അള്ളാഹു പറഞ്ഞു, ആ റസൂലുകൾ അവർക്ക് ചിലർക്ക് നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ചിലരോട് നാം അള്ളാഹു സംസാരിച്ചവർ അവരിലുണ്ട്, പല പദവികൾ അള്ളാഹു ഉയർത്തിയവർ അവരിലുണ്ട്. പറഞ്ഞു വന്ന് നോക്കൂ, ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ വെള്ളിയാഴ്ചകൾ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തിൽ മൂസ അലൈഹിസ്സലാം ഖദിറിനെ അന്വേഷിച്ചു പോയ ചരിത്രമുണ്ട്. ഖദിർ എന്നും ഖിദർ എന്നും വായനയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ആളുകൾക്കിടയിൽ
അവരുടെ നാവുകളിൽ പ്രസിദ്ധമായത് ഏത് രൂപത്തിലുള്ള വായനയാണ്? ഖിദർ എന്ന വായനയാണ്. ശരി, ഖദർ അലൈഹിസ്സലാമിനെ കാണാൻ പോയ യാത്രയിൽ മൂസ അലൈഹിസ്സലാം പറയുന്നൊരു ഭാഗമുണ്ട്. എന്ത്? മൂസ അലൈഹിസ്സലാം പോയി, അങ്ങനെ ആ അള്ളാഹു നിശ്ചയിച്ച അടയാളമെത്തി. അപ്പോൾ മൂസ അലൈഹിസ്സലാം പറയുകയാണ്, എന്ത്? നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ എന്തായി? ഒരു നസബിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ നസബ്? ക്ഷീണം പിടിച്ചു, ക്ഷീണം ബാധിച്ചു എന്ന് മൂസ അലൈഹിസ്സലാം പറയുന്ന ഒരു ഭാഗമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു മത്സ്യം കടലിനുള്ളിലേക്ക് ഇങ്ങനെ ചാടിപ്പോകും. ഇപ്പോൾ വെള്ളത്തിൽ പോയതുപോലെയല്ല, മറിച്ച് പോയ ഭാഗം അങ്ങനെ തന്നെ ഒരു തുള പോലെ നിൽക്കും. ആ അടയാളം കണ്ടാൽ അവിടെയാണ് ഖദർ ഉണ്ടാവുക എന്ന് അള്ളാഹു നിശ്ചയിച്ച് നേരത്തെ അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. മൂസ അലൈഹിസ്സലാമിൻ്റെ കൂടെയുള്ള ആൾ ഈ അടയാളം കണ്ടു, പക്ഷെ പറയാൻ മറന്നുപോയി. ആ അടയാളം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ലഖദ് ലഖീന മിൻ സഫറിന ഹാദ നസബ. നമ്മുടെ ഈ യാത്ര ഒരു ക്ഷീണം, യാത്ര ചെയ്ത് എന്തായി? ക്ഷീണം പിടിച്ചു മൂസ അലൈഹിസ്സലാം പറഞ്ഞു. അപ്പം അതുവരെ ക്ഷീണം തോന്നില്ല, അടയാളം കഴിഞ്ഞപ്പോൾ ക്ഷീണം പിടിച്ചു എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം. എന്നാൽ മൂസ അലൈഹിസ്സലാമിന് ഒരു പടപ്പിനെ കാണാൻ പോയപ്പോൾ ക്ഷീണം പിടിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ കിതാബ് അങ്ങാണ്. റബ്ബിനോട് സംസാരിക്കാൻ ഉള്ള യാത്രയിൽ മൂസ അലൈഹിസ്സലാമിന് ഇത് പറ്റിയിട്ടില്ല, ഒരിക്കലും ക്ഷീണം ബാധിച്ചിട്ടില്ല. മറിച്ച് ധൃതിപ്പെട്ട് പോവുകയാണ്. എന്നിട്ട് റബ്ബ് ചോദിച്ചു, എന്തേ നേരത്തെ വന്നത്? മൂസാ നബി പറഞ്ഞു, എന്ത്? അജിൽതു ഇലൈക റബ്ബി ലി തർദ. അള്ളാഹു നീ തൃപ്തിപ്പെടാൻ ഞാൻ ധൃതിപ്പെട്ടു വന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഓടിച്ചെല്ലൂ നിങ്ങൾ. ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഓടിച്ചെല്ലൂ നിങ്ങൾ. അഥവാ റബ്ബിലേക്കുള്ള നിങ്ങളുടെ യാത്ര അത് വേഗത്തിലാക്കൂ നിങ്ങൾ, അള്ളാഹുലേക്ക് അടുക്കാൻ. അതുപോലെ നോക്കൂ, ഹൃദയം കൊണ്ട് റബ്ബിന് സുജൂദ് ചെയ്യാൻ ഇമാം അൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഹൃദയം അത് അതിൻ്റെ യഥാർത്ഥ തഖ്വയിൽ എത്തിച്ചേർന്നാൽ അത് റബ്ബിന് സുജൂദ് ചെയ്യും. ഖിയാമത്ത് നാളിലല്ലാതെ അത് തല ഉയർത്തുകയില്ല എന്ന് പറഞ്ഞത് കാണാം. എന്ന് പറഞ്ഞാൽ റബ്ബിനുള്ള അവനെക്കുറിച്ചുള്ള അറിവ് കൊണ്ട്, അവനെക്കുറിച്ച് ഉള്ള ദിക്ർ കൊണ്ട് ലഭിക്കുന്ന അവനോടുള്ള സ്നേഹമാണ്. റബ്ബിനോടുള്ള യഥാർത്ഥ മഹബ്ബ സൂഫികളോ പടപ്പും അതുപോലെ പടച്ചവനായ റബ്ബും ഒന്നിച്ചു ലയിക്കുമെന്ന് പറയുന്ന ആളുകളുടെ പിഴച്ച വാദങ്ങളോ അല്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ മഹബ്ബത്ത്, നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച മഹബ്ബത്താണ്, അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ചതാണ്. അപ്പോൾ നോക്കൂ, അങ്ങനെ മൂസ അലൈഹിസ്സലാം പോയി. അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞു, വലമ്മ ജാഅ മൂസ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക ഖാല ലൻ തറാനി വലാകിൻ انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. മൂസ അലൈഹിസ്സലാം നാം നിശ്ചയിച്ച ആ അവധിയിൽ വന്നു. വകല്ലമഹു റബ്ബു, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട്, മൂസാ നബിയോട്, മൂസാ അലൈഹിസ്സലാമിനോട് റബ്ബ് സംസാരിച്ചു. റബ്ബ് സുബ്ഹാനഹു തആല സംസാരിച്ചു. അള്ളാഹുവിൻ്റെ സംസാരത്തെ നിഷേധിക്കുന്ന ആ വിഷയം നമ്മൾ വിശദമായി ഹായിയയുടെ ദർസിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ജഹ്മികൾ വകല്ലമ അല്ലാഹു മൂസ തക്ലീമ എന്ന ആയത്ത് തിരുത്തുകയും വകല്ലമ അല്ലാഹ മൂസ തക്ലീമ എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നൊരു ചരിത്രമുണ്ട്. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചു എന്നാക്കി, അള്ളാഹു തിരിച്ച് അള്ളാഹു മൂസ അലൈഹിസ്സലാമോട് സംസാരിച്ചു എന്നത് മാറ്റി. പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ ആയത്ത്, സൂറത്തുൽ അറാഫിലെ ഈ ആയത്ത്. കാരണം അതിലെന്താണ്? വകല്ലമഹു റബ്ബുഹു, ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എങ്ങനെയും തിരുത്താൻ സാധിക്കുകയില്ല. മൂസ അലൈഹിസ്സലാമിനോട് റബ്ബ് സംസാരിച്ചു. റബ്ബിൻ്റെ സംസാരം മൂസ അലൈഹിസ്സലാം കേട്ടു. എന്തുണ്ടായി? റബ്ബിൻ്റെ സംസാരം കേട്ടപ്പോൾ മൂസ അലൈഹിസ്സലാമിന് റബ്ബിനെ കാണാൻ കൊതിയായി, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമായി. ചോദിച്ചു, റബ്ബി അരിനി,
അൻദുർ ഇലൈക്ക്, അള്ളാഹുവെ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ. അൻദുർ ഇലൈക്ക്, ഞാൻ നിന്നെ നോക്കട്ടെ. നോക്കൂ, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തിൻ്റെ ചോദ്യമാണ്. അതാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, ഹൽ നറാ റബ്ബന, നബിയെ ഞങ്ങളുടെ റബ്ബിനെ, നമ്മുടെ റബ്ബിനെ കാണുമോ? നോക്കുക, അത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഷഗഫിൻ്റെ, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തിൻ്റെ ചോദ്യമാണ്. ആ ആഗ്രഹമാണ് ഒരു മുഅ്മിനിനെ ഈ ലോകത്തെ ഏറ്റവും നേരായ പാതയിൽ, തഖ്വയിൽ, ഇസ്തിഖാമത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. ഷൗഖു ഇലാ ലിഖാഇല്ലാഹ്, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു അതിന്. ഷൗഖ വസലുക ലദ്ദത നദർ ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക, അള്ളാഹുവെ നിന്നെ കണ്ടുള്ള ആസ്വാദനവും അതുപോലെ നിന്നെ കാണാനുള്ള ആഗ്രഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒന്ന് പരലോകത്തെ ഏറ്റവും വലിയ സുഖമാണ് എങ്കിൽ ഒന്ന് ദുനിയാവിൽ ഏറ്റവും വലിയ സുഖമാണ് എന്ത്? അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം എന്നത്. നോക്കൂ, മൂസ അലൈഹിസ്സലാം ഇങ്ങനെ ചോദിച്ചു. ഇവിടെ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അള്ളാഹുവിനെ കാണുക എന്നത് പിഴച്ച കക്ഷികൾ പറയുന്നത് പോലെ, അവർ പറയുന്നത് അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ റബ്ബിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലായി. അല്ല, അതൊരു തെറ്റായ കാര്യമാണ്. എങ്കിൽ മൂസ അലൈഹിസ്സലാം ഈ ചോദ്യം ചോദിച്ചപ്പോൾ അള്ളാഹു എന്തു പറയും? അങ്ങനെ ചോദിക്കരുതെന്ന് പറയും. ഏതുപോലെ ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യം നൂഹ് അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ ഇത് ചോദിക്കരുതെന്ന് റബ്ബ് പറഞ്ഞതുപോലെ നൂഹ് അലൈഹിസ്സലാം എന്തു ചോദിച്ചു? റബ്ബി ഇന്ന ഇബ്നി മിൻ അഹ്ലി വഇന്നക വഅദകൽ ഹഖ്, അള്ളാഹു എൻ്റെ മകൻ എൻ്റെ കുടുംബമാണല്ലോ, നിൻ്റെ വാഗ്ദാനം സത്യവുമാണല്ലോ. അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിൻ്റെ കുടുംബമല്ല അവൻ, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. എന്നിട്ട് റബ്ബ് പറയാം, ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത കാര്യം നീ എന്ത് ചെയ്യരുത്, എന്നോട് ചോദിക്കരുത്. റബ്ബ് സുബ്ഹാനഹു നൂഹ് അലൈഹിസ്സലാമോട് എന്ത് പറഞ്ഞു? ചോദിക്കരുത് എന്ന്. അള്ളാഹുവിൻ്റെ നബിമാരെ ഖതയിൽ അള്ളാഹു തുടരാൻ അനുവദിക്കുകയില്ല. പക്ഷേ അലൈഹിസ്സലാമിൻ്റെ ഈ ചോദ്യം തെറ്റായിരുന്നെങ്കിൽ എന്ത് പറയും റബ്ബ്? ഇങ്ങനെ ചോദിക്കരുതെന്ന് പറയും. പക്ഷെ ആ ചോദ്യം എന്തല്ല, തെറ്റല്ല. അള്ളാഹു പറഞ്ഞു, ലൻ തറാനി, നീ എന്നെ കാണുകയില്ല, അഥവാ ദുനിയാവിൽ കാണുകയില്ല. വലാകിൻ ഇൻദുർ ഇലൽ ജബൽ, മറിച്ച് നീ ആ പർവ്വതത്തിലേക്ക് നോക്ക്. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, പർവ്വതം അവിടെ നിന്നെങ്കിൽ നിനക്കെന്നെ കാണാം. എന്നാൽ ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസ സഅഖ, അള്ളാഹു പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ, ഇതാണ് പറയുന്നത് എന്ത്? അള്ളാഹുവിൻ്റെ സിഫ തജല്ലി, അവനെ കാണിച്ചു കൊടുക്കുക, അവൻ പ്രത്യക്ഷപ്പെടുക എന്ന സിഫത്ത്, അതിലുള്ള വിശ്വാസം ഏതിലുണ്ട്? റബ്ബിനെ കാണുക എന്ന കാര്യത്തിൽ ഉണ്ട്. അത് കേവലം എന്തല്ല, നമ്മുടെ കാഴ്ചയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ എന്ത് പ്രവർത്തനമാണ് അവിടെ ഉള്ളത്? അള്ളാഹു അവനെ കാണിച്ചു കൊടുക്കുക എന്ന കാര്യമുണ്ട്. പർവ്വതത്തിന് അവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പർവ്വതമത തകർന്നുപോയി. സുബ്ഹാനല്ലാഹ്, കരുത്തിന്, ശക്തിക്ക്, ഉറപ്പിനൊക്കെ ഉദാഹരണമായി പറയുന്നതാണ് എന്ത്? പർവ്വതം. അത് തകർന്നുപോയെങ്കിൽ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? മനുഷ്യന് റബ്ബിനെ കണ്ടു നിൽക്കുക അതിനുള്ള കരുത്ത് മനുഷ്യനില്ല ഈ ലോകത്ത്. എന്നാൽ യൗമുൽ ഖുലൂദിൽ, സ്വർഗത്തിൽ, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് അതിനുള്ള, അള്ളാഹുവിൻ്റെ മുഅ്മിനുകളായ അടിമകൾക്ക് അതിനുള്ള ശേഷി നൽകുന്നതാണ്. അവർ റബ്ബിനെ സ്വർഗത്തിൽ നോക്കി കാണുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, ആ മുഖങ്ങൾ അവരുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ, നന്മ പ്രവർത്തിച്ചവർക്ക് അൽ ഹുസ്ന, ഏറ്റവും നല്ല, അഥവാ സ്വർഗമുണ്ട്. വ സിയാദ, അതിനപ്പുറം എന്തുണ്ട്? അള്ളാഹുവിനെ കാണുക എന്നതുണ്ട്. മൂസ അലൈഹിസ്സലാം ബോധരഹിതനായി വീണു. ഫലം അഫാഖ, ഉണർന്നപ്പോൾ പറഞ്ഞു, ഖാല സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വൽ മുഅ്മിനീൻ, അള്ളാഹുവെ ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, നീ എത്ര പരിശുദ്ധനാണ്. വഅന അവ്വൽ മുഅ്മിനീൻ, ഞാൻ മുഅ്മിനുകളിൽ ഒന്നാമനാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അവിടെ വെച്ച് മൂസ അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകുകയുണ്ട്. എങ്ങനെയാണ് തൗറാത്ത് നൽകിയത്? ഫലകങ്ങളിൽ റബ്ബ് എഴുതി നൽകി. എന്ത്? തൗറാത്ത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഖുർആൻ നൽകിയതുപോലെയല്ല തൗറാത്ത് നൽകിയത്, മറിച്ച് അത് ലൗഹകളിൽ എഴുതിയിട്ടാണ് നൽകുന്നത്. നമ്മൾ മുമ്പ് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ ബനു ഇസ്രായേലിൽ പഴയ ഉമ്മത്തുകളിൽ അത്ഭുതങ്ങൾ,
ഇങ്ങനെ ആശ്ചര്യകരമായ കാര്യങ്ങൾ ഈ ഉമ്മത്തിനേക്കാൾ കൂടുതലാണോ കുറവാണോ? കൂടുതൽ. എന്തുകൊണ്ട്? കാരണം അവർക്കത് ആവശ്യമാണ്. ഈ ഉമ്മത്തിൻ്റെ ഈമാൻ അതിനേക്കാൾ ശക്തമാണ്. അവർക്കത് ആവശ്യമില്ല. എന്നാൽ അന്ത്യനാളെടുക്കുമ്പോൾ അതുപോലുള്ള അത്ഭുതങ്ങൾ ഈ ഉമ്മത്തിനും വർദ്ധിക്കും. അപ്പോൾ നോക്കൂ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. എന്നാൽ റബ്ബ് മൂസ അലൈഹിസ്സലാമിന് അവിടെ ഒരു വിവരം അറിയിച്ചു കൊടുത്തു. എന്ത്? താങ്കൾ ഇങ്ങോട്ട് വന്ന സമയത്ത്, കൗമിനവിടെ ആക്കി വന്ന സമയത്ത് കൗം ഒരു പുതിയ കാര്യം ചെയ്തിരിക്കുന്നു. അവർ ഒരു പശുക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചിരിക്കുന്നു. സാമിരി അവരെ വഴിപടപ്പിച്ചിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഈ വിവരം അറിയുകയാണ്. വിവരം അറിഞ്ഞ് മൂസ അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്താണ്? പശുക്കുട്ടിക്ക് ചുറ്റും ഐജിൽ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ആൺ സന്താനം എന്നാണ്. പശുവിൻ്റെ ആൺ സന്താനം. അപ്പോൾ പശുവിൻ്റെ കുട്ടി എന്ന അർത്ഥത്തിൽ പശുക്കുട്ടി എന്ന് പറഞ്ഞാലും ഇത് അതല്ല, കാളക്കുട്ടി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതാണ് ഐജിൽ. അതിനെ എന്ത് ചെയ്തു? ഇവർ ആരാധിക്കുകയാണ്. അതിന് ഇബാദത്ത് ചെയ്യുന്ന ജനങ്ങളെയാണ് മൂസ അലൈഹിസ്സലാം വരുമ്പോൾ കാണുന്നത്. എന്താണ് ഉണ്ടായത്? മൂസ അലൈഹിസ്സലാം തൗറാത്തിൻ്റെ പലകങ്ങൾ ദേഷ്യം കൊണ്ട് താഴെയിട്ടു എന്നാണ്. ലമ്മാ റജഅ മൂസ ലിഖൗമിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൂസ അലൈഹിസ്സലാം തിരിച്ചു വന്നു. എങ്ങനെയാണ് തിരിച്ചു വന്നപ്പോൾ മൂസ അലൈഹിസ്സലാമിൻ്റെ സ്ഥിതി? ഗദ്ബാന അസിഫ, കോപവും ഖേദവും ഒക്കെ കൊണ്ട് മൂസ അലൈഹിസ്സലാം തൗറാത്തിൻ്റെ പലകങ്ങൾ താഴെ ഇട്ടുപോയി. അത് ഏത് കോപമാണത്? ഗളബുൻ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയുള്ള കോപമാണ്. മനസ്സിലായി? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അവിടുന്ന് ഒരിക്കലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? പ്രതികാരം ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഹുർമാത്ത്, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഫയൻതഖിമു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? പകരം വീട്ടും. റബ്ബിന് വേണ്ടിയുള്ള ആ കോപം എന്ന് പറയുന്നത് ഈമാനിൻ്റെ അടയാളമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, പാപങ്ങൾ ചെയ്യുന്ന, വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളെക്കാൾ മോശക്കാരാണ് ഒരിക്കൽ പോലും അള്ളാഹുവിന് വേണ്ടി, അവൻ്റെ ദീനിനു വേണ്ടി മുഖം ചുവക്കാത്തവൻ. മനസ്സിലായി? അവൻ ഇബാദത്തുകളിലൊക്കെ മുന്നിലാണ് എങ്കിൽ പോലും ശിർക്ക്, ബിദ്അത്ത്, ദീനിനെ തകിടം മറിക്കുന്ന, അതിൻ്റെ അടിവേര് തകർക്കുന്ന, അള്ളാഹുവിൻ്റെ ദീനിനെതിരായ കാര്യങ്ങൾ കാണുമ്പോൾ ഒരിക്കൽ പോലും അവനൊരു കോപം അവന് തോന്നുന്നില്ല, ഒരു പ്രയാസം അവന് തോന്നുന്നില്ല. ഒരിക്കലും റബ്ബിന് വേണ്ടി അവൻ്റെ മുഖം ചുവന്ന് തുടുത്തിട്ടില്ല, അവന് കോപം വന്നിട്ടില്ല. അവൻ പാപികളായ ആളുകളെക്കാൾ മോശക്കാരനാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. പല ആളുകളുടെയും സ്ഥിതി അങ്ങനെയാണ്. അവൻ്റെ ദുനിയാവ് നേരെ നടന്നാൽ മതി. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അവന് തിന്നാൻ കുടിക്കാൻ കിട്ടിയാൽ പിന്നെ അള്ളാഹിൻ്റെ ദീനിവിടെ എന്തായാലും യാതൊരു കുഴപ്പമില്ല. അവിടെ ശിർക്ക് നടക്കും, കുഫർ നടക്കും, ബിദ്അത്ത്, ഒന്നുമേ സംഭവിച്ചിട്ടില്ല എന്നതുപോലെയാണ്. ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. എന്നാലും ഇതേ ആളുകൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ, അവരുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അവൻ്റെ സാമ്പത്തിക ഇടപാടിലോ അല്ല അവൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ ആളുകൾ അവനോട് അനീതി ചെയ്താൽ അവൻ ദേഷ്യം പിടിക്കുന്നുണ്ട്, അവൻ കോപിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ദീൻ, അതിൻ്റെ ഹുർമാത്ത് ലംഘിക്കപ്പെട്ടാൽ, റബ്ബിൻ്റെ ദീനിൻ്റെ പേരിൽ ആളുകൾ ഇല്ലാത്തത് പറയും, അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നു, ശിർക്കിന് തെളിവുണ്ടെന്ന് പറയുന്നു, ബിദ്അത്തുകൾക്ക് ന്യായീകരണങ്ങൾ ചമക്കുന്നു. സുബ്ഹാന, ഇങ്ങനെ കണ്ട ഒരു കുലുക്കവും ആളുകൾക്ക് കാണാനില്ല. അവൻ പഴയതുപോലെ തന്നെ. സുബ്ഹാന, ഇത് അള്ളാഹുവിൻ്റെ ദീനിന് അവൻ്റെ മനസ്സിൽ കൊടുക്കേണ്ട വില കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരും വിചാരിച്ചിട്ടുള്ളത് എന്ത് കണ്ടാലും ഇങ്ങനെ ഒരു തരം ഒരു കുഴപ്പവുമില്ലാത്ത രൂപത്തിൽ പെരുമാറും, അതൊക്കെയാണ് സൽസ്വഭാവം എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, അങ്ങനെയുള്ള പലരും അവരുടെ ദുനിയാവിൻ്റെ കാര്യം വന്നാൽ അവർ നേരെ മാറുന്നത് കാണാം. അവർക്കതിൽ കോപമുണ്ടാകും, ദേഷ്യം. പക്ഷേ ദീനിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. മൂസ അലൈഹിസ്സലാം കോപിഷ്ഠനായി എത്രത്തോളം എന്തുവരെ സംഭവിച്ചു എന്നാണ്. തൗറാത്തിൻ്റെ ഫലങ്ങൾ താഴെ ഇട്ടു എന്നാണ്.
അഖദൽ അൽഖൽ അൽവാഹ്, ഖുർആനിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞു, ഈ ലൗഹകൾ താഴെ ഇട്ടു കോപം കൊണ്ട്. നേരത്തെ മൂസ അലൈഹിസ്സലാം അറിഞ്ഞിട്ടുണ്ട് എന്ത് ഖൗം ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന്. പക്ഷെ അവിടെ ഇത് താഴെ ഇട്ടോ? ഇല്ല. മറിച്ച് നേരിട്ട് കണ്ടപ്പോഴാണ് താഴെ ഇടുന്നത്. ഇതേക്കുറിച്ച് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഖബറു കൽ മുആയന. ഈ സംഭവം പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയല, ലൈസൽ ഖബറു കൽ മുആയന. കേൾക്കുന്ന വിവരവും നേരെ കണ്ണുകൊണ്ട് കാണുന്നതും രണ്ടും എന്തല്ല, ഒരുപോലെയല്ല. അത് കേട്ടപ്പോൾ ഉണ്ടാകാത്ത പ്രയാസം ആർക്ക്? മൂസ അലൈഹിസ്സലാമിന് എപ്പോഴും ഉണ്ടായി, കണ്ണുകൊണ്ട് കണ്ടപ്പോഴുണ്ടായി. രണ്ടും രണ്ടാണ്. ലൈസൽ ഖബറു കൽ മുആയന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്, ഈ ഹദീസ് പറയുന്നത്, ലൈസൽ ഖബറു കൽ മുആയന. ഖബറു മുആയന പോലെയല്ല, കണ്ണുകൊണ്ട് കാണുന്നത് പോലെയല്ല കേട്ടാൽ. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം നേരത്തെ റബ്ബിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴില്ലാത്ത പ്രതികരണമാണ് നേരിട്ടിത് കണ്ടപ്പോൾ കാണിച്ചത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, തൗറാത്ത് താഴെയിട്ടിട്ടും അതിൻ്റെ ഫലകങ്ങൾ താഴെയിട്ടിട്ടും അതിൻ്റെ പേരിൽ മൂസ അലൈഹിസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു വ തആല മുആതബത്ത് നടത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ റബ്ബ് മൂസ അലൈഹിസ്സലാമിനെ ശാസിക്കുകയോ അല്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കുന്ന എന്തെങ്കിലും നടപടി അള്ളാഹു സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ യൂനുസ് അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ നടപടി സ്വീകരിച്ചത് കാണാം. യൂനുസ് അലൈഹിസ്സലാം ദുന്നൂൻ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ റസൂലുകളിൽ ഒരു റസൂലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളും തന്നെ പറയരുത് അന ഖൈറുൻ മിൻ യൂനുസ് ഇബ്നു മത്ത. യൂനുസ് ഇബ്നു മത്തയേക്കാൾ, യൂനുസ് നബിയുടെ പേരാണത്, ഖൈറാണ് ഞാൻ എന്ന് നിങ്ങളിൽ ഒരാളും പറയരുത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹദീസിന് രണ്ട് അർത്ഥം പറയാം. ഒന്ന്, ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശം ആരും ഒരാളും പറയരുത് ഞാൻ യൂനുസ് നബിയേക്കാളും ഖൈറാണെന്ന് ഒരിക്കലും പാടില്ലല്ലോ. അള്ളാഹുവിൻ്റെ നബിമാരല്ലാത്തവർ ഒരിക്കലും ശ്രേഷ്ഠരാവുകയില്ല. മറ്റൊരർത്ഥം എന്താണ്, ഞാൻ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിങ്ങളെന്ത് പറയരുത്, യൂനുസിനേക്കാളും ശ്രേഷ്ഠനാണ് എന്ന് പറയരുത്. പണ്ഡിതന്മാർ പറഞ്ഞു, അത് ഒന്നുകിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫ്ദലിയത്തിനെ കുറിച്ച്, നബിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന വിവരം ലഭിക്കുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസായിരിക്കാം അത്. അല്ല എങ്കിൽ നോക്കൂ, ഏതർത്ഥത്തിൽ പറയരുത്? തഅസ്സുബിൻ്റെ അർത്ഥത്തിൽ. മനസ്സിലായില്ലേ? നബിമാർക്കിടയിൽ അവരിൽ ഒരു നബിയെ മറ്റൊരു നബിയേക്കാൾ ഒരു നബിയുടെ സ്ഥാനം ഇടിക്കാൻ വേണ്ടിയല്ല മുഅ്മിനുകൾ എന്തു പറയുന്നത്, മറ്റൊരു നബിയുടെ ശ്രേഷ്ഠത പറയുന്നത്. ആ അർത്ഥത്തിലല്ല ഒരിക്കലും. അങ്ങനെ പറയരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠരായ റസൂലുകൾ ഒരാളായ യൂനുസ് അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന ലഭിക്കും മുൻപേ ഖൗമിനെ ഉപേക്ഷിച്ച് പോയല്ലോ. ഖൗമിനോട് യൂനുസ് അലൈഹിസ്സലാം താക്കീത് നൽകി, അവരെ ദീനിലേക്ക് ക്ഷണിച്ചു, സ്വീകരിച്ചില്ല. ഒടുവിൽ യൂനുസ് അലൈഹിസ്സലാമിന് സഹിക്കാൻ സാധിക്കാതെ ദേഷ്യം വന്നു. അള്ളാഹു ഖുർആനിൽ അതേക്കുറിച്ച് പറഞ്ഞു, ഇദ്ദഹബ മുഗാദിബൻ, ദേഷ്യം പിടിച്ചു പോയി എന്നാണ്. ഖൗമിനെ താക്കീത് ചെയ്തിട്ടാണ് പോയത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകി പോയപ്പോൾ പക്ഷെ ഖൗമ പേടിച്ചു പോയി എന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമെന്ന് താക്കീതും കിട്ടി, നബിയെ കാണാനുമില്ല. ഖൗമ പേടിച്ചുപോയി. എന്തുണ്ടായി? അവരൊക്കെ അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, അങ്ങനെ ശിക്ഷ ഉറപ്പായതിന് ശേഷം അള്ളാഹു ശിക്ഷ നീക്കിയ ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ജനതയാണ്. റബ്ബ് അവരെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് യൂനുസ് അലൈഹിസ്സലാമിനെ കപ്പലിൽ കയറി മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു ശേഷം രക്ഷപ്പെടുത്തി. എന്നിട്ട് ഫഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, 100,000 പേരിലേക്ക് അല്ലെങ്കിൽ അവരിലധികം പേരിലേക്ക് നാം പിന്നെ യൂനുസ് അലൈഹിസ്സലാമിനെ നിയോഗിച്ചു. ഖുർആനിൽ ആ പ്രയോഗം നോക്കൂ, മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, 100,000 അല്ലെങ്കിൽ അതിലധികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ഔ യസീദൂൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ എണ്ണത്തിൽ കുറയുകയില്ല. ഇതിൽ കുറയുന്ന പ്രശ്നമില്ല. 100,000 എന്ന് പറഞ്ഞാൽ പക്ഷെ അതിൽ കുറയുന്ന പ്രശ്നമില്ല എന്ന അർത്ഥമാണ് ആ പ്രയോഗം. കാരണം നമ്മൾ ഏകദേശം 1,00,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താവാം, ചിലപ്പോൾ ഒരു 99,000 അങ്ങനെ ഒരു കണക്ക് ആവാം. പക്ഷേ ഔ യസീദൂൻ എന്ന പ്രയോഗത്തിൽ എന്തർത്ഥം? ഒരിക്കലും സംഭവിക്കും, കുറവില്ല, കൂടുതൽ മാത്രം. പറഞ്ഞു വന്ന യൂനുസ് അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന ലഭിക്കും മുൻപേ പുറപ്പെട്ടു, ആ നാട് വിട്ടുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് അലൈഹിസ്സലാമിനെ അതിന് മുആതബത്ത് ചെയ്തു. അത് ചെയ്തത് ശരിയായില്ല എന്ന് പഠിപ്പിച്ചു. എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്,
കപ്പലിൽ വെച്ച് വെള്ളത്തിലേക്ക് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന്. അഥവാ കപ്പലിൽ ഭാരം വരുന്നത് മുങ്ങുമെന്ന് ആരെങ്കിലും എടുത്ത് പുറത്തിടണം, അതിന് നറുക്കിടണം. നറുക്കിട്ടപ്പോൾ നറുക്ക് വീണവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? യൂനുസ് അലൈഹിസ്സലാമും ഉണ്ടായിരുന്നു എന്നാണ്. വെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു, മത്സ്യം വിഴുങ്ങുകയുണ്ടായി. അതിനുള്ളിൽ വെച്ചാണ് യൂനുസ് അലൈഹിസ്സലാം എന്ത് ദുആ ചെയ്തത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിൻ ദുആ ചെയ്താൽ, അത് പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകും. പ്രത്യേകിച്ച് പ്രയാസഘട്ടത്തിൽ എന്ത് പറഞ്ഞ് ദുആ ചെയ്യുക? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹു രക്ഷപ്പെടുത്തി. ഫനജ്ജയ്നാഹു മിനൽ ഗം കദാലിക നുൻജിൽ മുഅ്മിനീൻ. ആ കൊടിയ പ്രയാസത്തിൽ നിന്ന്, കുടുക്കിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുക. അങ്ങനെയാണ് മുഅ്മിനുകളെ അള്ളാഹു രക്ഷപ്പെടുത്തുക എന്ന ഭാഗം ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെയാണ് മുഅ്മിനുകളെ രക്ഷപ്പെടുത്തുക എന്ന ഭാഗം ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇതെല്ലാം മുഅ്മിനീങ്ങൾക്കും ഉള്ളതാണ് ആ ദുആ. പക്ഷേ നോക്കൂ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, യൂനുസ് അലൈഹിസ്സലാമിനെ ഇത് ചെയ്തതിന് റബ്ബ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മൂസ അലൈഹിസ്സലാമിനെ ഇത് താഴോട്ടപ്പോൾ എന്ത് ചെയ്തില്ല? റബ്ബ് സുബ്ഹാനഹു വ തആല അതുപോലെ ശാസിച്ചില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, കാരണം മൂസ അലൈഹിസ്സലാം യൂനുസ് അലൈഹിസ്സലാമിനേക്കാൾ കടുത്ത പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഫിറഔനിനെയാണ് നേരിട്ടത്. ശൈഖുൽ ഇസ്ലാം മനോഹരമായ ഒരു കവിത അവിടെ ഉദ്ധരിക്കുകയുണ്ടായി, പൊതുവെ അറബിയിൽ അറിയപ്പെട്ടതാണ്. ഇദൽ ഹബീബു അതാ ബിദംബിൻ വാഹിദിൻ ജാഅത് മഹാസിനുഹു മിൻ അൽഫി ഷഫീഇ. ഇദൽ ഹബീബു അതാ ബിദംബിൻ വാഹിദിൻ ജാഅത് മഹാസിനുഹു മിൻ അൽഫി ഷഫീഇ. വളരെ പ്രിയപ്പെട്ട ഒരാൾ, നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ, വളരെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോടുള്ള ഇടപാടിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ അത് കാര്യമാക്കില്ല. അത് അതേപോലെ ആയിരിക്കില്ല. അത്ര അടുപ്പില്ലാത്ത ഒരാൾ ചെയ്താൽ അതുപോലെ ആയിരിക്കില്ല. രണ്ട് രൂപത്തിലായിരിക്കും പ്രതികരണം. വളരെ ഹബീബായ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാളുടെ ഭാഗം പറഞ്ഞ് ന്യായീകരിക്കുന്ന 1000 ശുപാർശകർ നമ്മുടെ മനസ്സിൽ വരും. അതെന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? മൂസ അലൈഹിസ്സലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അരികിൽ അള്ളാഹുവിൻ്റെ നബിമാരിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള റസൂലാണ്. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, ഇബ്രാഹിം അലൈഹിസ്സലാം കഴിഞ്ഞാൽ പിന്നെ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാമാണ്. പറഞ്ഞത് നബിമാർക്കിടയിലുള്ള തഫ്ദീൽ പറയുമ്പോൾ ഒരിക്കലും മനസ്സിൽ എന്തു വന്നു പോകരുത്? അള്ളാഹുവിൻ്റെ നബിമാരെക്കുറിച്ച് അവരുടെ സ്ഥാനം ഇടിക്കുന്ന ഒരു ചിന്തയും അതിൻ്റെ ഒരു കണിക പോലും മനസ്സിൽ വരിക പാടില്ല. അള്ളാഹുവിൻ്റെ നബിമാരുടെ അഖ്താ എന്ന് പറയാവുന്ന, വീഴ്ചകൾ എന്ന് പറയാവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ, കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ ഒക്കെ മനസ്സിൽ എന്തുവാണ്? അവരുടെ ഉന്നതമായ സ്ഥാനം മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിൽ ഒരിടിവ് പോലും വരിക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാവമാണ്, ഒരു കാര്യമാണിത്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ നബിമാരെക്കുറിച്ച് പറയുമ്പോൾ, കാരണം അവരുടെ ജനാബിനെ കുറിച്ച്, അവരുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള മോശമായ ചിന്ത ഒരാളെ നശിപ്പിച്ചു കളയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുന്ന വേളയിൽ സഫിയ്യ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ നബിയുടെ ഭാര്യ, മസ്ജിദിലേക്ക് നബിയെ കാണാൻ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൻ്റെ വാതിൽ വരെ കൊണ്ടാക്കി. തിരിച്ചയക്കുന്ന വേളയിലാണ് രണ്ടാളുകൾ അതിലൂടെ കടന്നു പോകുമ്പോൾ വേഗത്തിൽ നടന്നു പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? അലാ റിസ്ലിക്കുമാ ഇന്നഹാ സഫിയ്യ ബിൻത് ഹുയൈ, ഇവിടെ നിൽക്കൂ, ഇത് സഫിയാണ്. അവർ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, പിശാച് മനുഷ്യൻ്റെ രക്തം ഓടുന്നിടത്തൊക്കെ സഞ്ചരിക്കും. അവൻ നിങ്ങളുടെ മനസ്സിൽ വല്ലതും ഇട്ട് തന്ന് നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ നബിമാരിൽ ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ ഇപ്പോൾ ഇവർ വിചാരിച്ചേക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് തടഞ്ഞതുപോലെയുള്ള വല്ല ചിന്തയും അള്ളാഹുവിൻ്റെ നബിമാരിൽ ആരെങ്കിലും കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ കാഫറായിരിക്കുന്നവൻ, അവൻ കാഫറാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നബിമാരുടെ മഖാം, അവരുടെ സ്ഥാനം അത് മനസ്സിലായി. പക്ഷേ ഗുണപാഠങ്ങൾ ഉള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നോക്കൂ, മൂസ അലൈഹിസ്സലാം ഈ ഫലകങ്ങൾ അത് താഴെ ഇട്ടു.
ഇത് പൊട്ടിപ്പോയി എന്നാണ്. എന്നിട്ട് ചെല്ലുകയാണ് കൗമിലേക്ക്. ജ്യേഷ്ഠ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ താടിയിലും മുടിയിലും പിടിച്ചു വലിക്കുകയാണ്. താടിക്കും മുടിക്കും പിടിച്ചു വലിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്താണ്, എന്തുകൊണ്ട് ഇവർ ഈ വഴിപിഴച്ചത് കണ്ടപ്പോൾ ഹാറൂൻ നിനക്ക് തടസ്സമായത് എന്താണ്? അല്ലാ തത്തബിഅൻ, എൻ്റെ അരികിലേക്ക് എൻ്റെ പിന്നാലെ വന്ന് എനിക്കിത് പറഞ്ഞു കൂടായിരുന്നോ എന്ന് പറഞ്ഞു. ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞു, യബ്ന എൻ്റെ സഹോദരൻ, ലാ തഅഖുദ് ബിലിഹ്യതി വലാ ബിറഅസി, നീ എൻ്റെ താടിയിലും മുടിയിലും പിടിച്ചു വലിക്കരുത്. അവിടെ ഉള്ള പാഠമാണെന്ത്? അള്ളാഹുവിൻ്റെ നബിമാരുടെ സുന്നത്താണെന്ത്? സമൃദ്ധമായ താടി എന്നത് അള്ളാഹുവിൻ്റെ നബിമാരുടെ സുന്നത്താണ്. പിടിക്കാൻ പറ്റുന്ന ഒരു താടി ആർക്കുണ്ടായിരുന്നു? ഹാറൂൻ അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു. സുനനുൽ അംബിയ, അള്ളാഹുവിൻ്റെ നബിമാരുടെ സുന്നത്താണത്. മുഹമ്മദ് അമീൻ ഷൻഖീത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുകയുണ്ടായി, മുസ്ലിമീങ്ങളിൽ റോമ, പേർഷ്യൻ സാമ്രാജ്യങ്ങളൊക്കെ കീഴടക്കിയ ഉമ്മത്താണ് മുസ്ലിം ഉമ്മ. ആരുടെ കാലത്താണ് റോമ, പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന് കീഴിൽ വന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത്. അന്ന് ആ സാമ്രാജ്യങ്ങൾ കീഴടക്കിയ, അവരുടെ നിധികൾ മദീനയിലേക്ക് കൊണ്ടുവന്ന ആളുകളിൽ താടി പിടിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. മുഹമ്മദ് അമീൻ ഷൻഖീത്തി റഹിമഹുല്ലാഹ് അദ്ദേഹം മനോഹരമായ വാക്കുകൾ വന്ന ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം ഇത് പറഞ്ഞത് കാണാം. അള്ളാഹുവിൻ്റെ നബിമാരുടെ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അയിമ്മ അവരെല്ലാവരും യോജിച്ച കാര്യമാണ് ആ വിഷയത്തിൻ്റെ പ്രാധാന്യം. മനസ്സിലായില്ല? അത് വടിച്ചു കളയുക എന്നത് ഹറാമാണ്. എന്തുകൊണ്ടാണ് ഹറാം? ചില ആളുകൾ അത്ഭുതപ്പെടുക, ഹറാമോ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് കാണാം. ഹറാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലേ അത് ഹറാമാകും എന്നുണ്ടോ? ഹറാം എന്ന പദം പറഞ്ഞാലേ ഹറാമാകും എന്നുണ്ടോ? ഇല്ല. ഉസൂൽ ഫിഖ്ഹിലെ വളരെ അറിയപ്പെട്ട നിയമം അൽ അംറു ലിൽ വുജൂബ് വന്നഹ്യു ലിൽ തഹ്രീം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അടിസ്ഥാന നിയമം അത് വാജിബാണ്, നിർബന്ധമാണ് എന്നാണ്. അത് വാജിബല്ല, സുന്നത്താണെന്ന് തെളിയണമെങ്കിൽ, വെറും മുസ്തഹബ് പുണ്യകരം മാത്രമാണെന്ന് തെളിയണമെങ്കിൽ പ്രത്യേകം വേറെ തെളിവുകൾ വേണം. ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയാൽ അടിസ്ഥാന നിയമം ഹറാമാണ് എന്നാണ്. വിലക്കിയ കാര്യം ഹറാമല്ല, അത് കറാഹത്തെ ആകുക എന്നതിന് പ്രത്യേകം വേറെ തെളിവ് വേണം. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നിരിക്കുന്നു, അഅഫുൽ ലിഹാ വഫറുൽ ലഹാ, നിങ്ങൾ താടി വളർത്തുക. അമ്രാണ്, വുജൂബാണ്, കൽപ്പനയാണ്. അതാകട്ടെ അത് അതിൻ്റെ ഗൗരവം കുറക്കുന്ന വേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 2, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖാലിഫുൽ മുശ്രിക്കീൻ വഫറുൽ ലഹാ, മുശ്രിക്കുകളോട് എതിരാവുക, താടി വളർത്തുക. മുശ്രിക്കുകളോട് സാദൃശ്യപ്പെടുക ഹറാമാണ്, അവരോട് എതിരാവുക വാജിബാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? താടി വളർത്താൻ പറഞ്ഞത്. 3-ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു, അൽ മുതശബ്ബിഹീന മിനർ റിജാൽ ബിൻ നിസാ വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാ ബിർ റിജാൽ. സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരെയും പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളെ. ഒരാൾ താടി പിടിച്ചാൽ അയാൾ ആരോട് സാദൃശ്യപ്പെട്ടു? സ്ത്രീകളോട് സാദൃശ്യപ്പെട്ടു. കാരണം ഇത് പുരുഷൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ സത്യം ചെയ്യുമ്പോൾ പറയാറുണ്ടായിരുന്നു, വല്ലദി സയ്യന റിജാല ബില്ലിഹാ, പുരുഷന്മാരെ താടി കൊണ്ട് അലങ്കരിച്ച റബ്ബ് തന്നെ സത്യം. പുരുഷന്മാർക്ക് താടി എന്ന സീനത്തെ നൽകിയ റബ്ബ് തന്നെ സത്യം എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് അവരുടെ രീതി. അതുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് താടി മുളച്ചാൽ അതെടുക്കുക അനുവദനീയമാണ്. നീക്കുക എന്നത്, മീശ മുളച്ചാൽ, താടി മുളച്ചാൽ ഒരു സ്ത്രീക്ക് അത് നീക്കം ചെയ്യുക അനുവദനീയമാണ്. കാരണം അതെന്തല്ല, അത് പുരികമോ മറ്റോ എടുക്കുന്നത് പോലെയല്ല, അത് എടുക്കാൻ പാടില്ല പുരികം. അതേസമയം മീശയും താടി അതൊരു പെണ്ണിൻ്റെതല്ല, അത് പെണ്ണിന് പൊതുവേ ഉണ്ടാകുന്നതല്ല, പെണ്ണിൻ്റെ പ്രകൃതിക്ക് എതിനാണ്. അതുകൊണ്ടൊരു സ്ത്രീക്ക് അങ്ങനെ ഉണ്ടായാൽ അതെന്ത് ചെയ്യാം? അത് എടുത്തു നീക്കാം, കാരണം അത് സ്ത്രീയുടേതല്ല. അതുകൊണ്ടൊരു പുരുഷൻ താടി വടിക്കുക എന്നത് സ്ത്രീയോട് സാദൃശ്യപ്പെടലാണ്. അതുപോലെ നോക്കൂ, അള്ളാഹുവിൻ്റെ ഖൽഖിൽ മാറ്റം വരുത്തലാണ്. അള്ളാഹുവിൻ്റെ ഖൽഖിൽ മാറ്റം വരുത്തലാണ്. അത് പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്.
വലആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും, ഫല യുഗയ്യിറുന്ന ഖൽഖ അല്ലാഹ്, അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തും. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവർ മാറ്റം വരുത്തും. ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ ശൈത്താൻ പറയും ഇത് അള്ളാഹുവിൻ്റെ ഖൽഖിൽ മാറ്റം വരും. കാരണം പുരുഷൻ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇസ്ലാമിൽ ഖിസാസിൽ അഥവാ ഒരവയവം മറ്റൊരാളുടേത് നഷ്ടപ്പെടുത്തിയാൽ, ഒരാളെ കൊന്നാൽ അതിനുള്ള പ്രതിക്രിയയുണ്ട്. അവരവയവം നഷ്ടപ്പെടുത്തിയാൽ അതിനുള്ള പ്രതിക്രിയയുണ്ട്. ഈ പ്രതിക്രിയ ഇല്ലെങ്കിൽ എന്തുണ്ട്? ദിയ കൊടുക്കണം. ഓരോ അവയവത്തിനും ഓരോ ദിയയുണ്ട്. ഒരവയവത്തിനൊരു ദിയ അഥവാ അതിൻ്റെ നഷ്ടപരിഹാരമായി നിശ്ചയിക്കപ്പെട്ട പണമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാൾ മറ്റൊരാളെ അതിക്രമിച്ച ആളുടെ താടി നശിപ്പിച്ചാൽ ഒരു പരിപൂർണമായ അവയവം നഷ്ടപ്പെടുത്തിയതിൻ്റെ നഷ്ടപരിഹാരമാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരു പൂർണ്ണ അവയവം നഷ്ടപ്പെടുത്തിയതിൻ്റെ നഷ്ടപരിഹാരം, അത് അവയവം പോലെയാണ്. അതുകൊണ്ടാണ് നോക്കുക, അത് നീക്കിയ ഒരാളുടെ രൂപം തന്നെ മാറി, ഒരാളുടെ രൂപമേ മാറി. ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ഒരാളുടെ താടി വളർത്തിയ മുഖവും താടിയില്ലാത്ത മുഖവും രണ്ടാണ്. അപ്പോൾ നോക്കി, ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് പറഞ്ഞത്, അത് വടിക്കുക ഹറാമാണെന്ന് പറഞ്ഞത്. അത് വളർത്തുക നിർബന്ധമാണെന്ന് പറയുന്നത്. അതല്ലാതെ എന്തല്ല, വെറുതെ കുറച്ച് ആളുകൾ, ഇപ്പോൾ കുറേ ആളുകൾ അങ്ങനെ വന്നിപ്പോൾ ഗൾഫിൽ നിന്ന് പുതിയൊരു സലഫിയത്ത് വന്നിരിക്കുന്ന, പണ്ട് കഴിഞ്ഞുപോയ തൗഹീദ് പഠിച്ച് അത് പ്രചരിപ്പിച്ച ആളുകൾ നോക്കുക, എത്ര പേര് താടിയില്ലാത്തവരുണ്ടായിരുന്നു. ഗഫർ അല്ലാഹു ലഹും വറഹിമഹും, അള്ളാഹുവിற்கு പുറത്തു കൊടുക്കട്ടെ, റഹ്മത്ത് വരികട്ടെ. മാത്രമല്ല, അത് ഹറാമാണെന്ന് അറിയാതെ അതിൻ്റെ വുജൂബ് മനസ്സിലാക്കാതെ പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കുറ്റമില്ല എന്നാണ് പൊതുവെ ദീനിലെ നിയമം. അതാണ്, പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ല എങ്കിൽ ശരി, അതല്ല എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ലാതെ ആരുടെയും തെറ്റ് എന്ത് ചെയ്യരുത്, മാതൃകയാക്കരുത്. ഖുർആനും സുന്നത്തും കൊണ്ട് ആളുകളെ അളക്കുക എന്നതല്ലാതെ ആളുകളെ കൊണ്ട് എന്ത് ചെയ്യരുത്, ഖുർആനും സുന്നത്തും അളക്കാൻ പാടില്ല. ഖുർആനും സുന്നത്തും നീ ആളുകൾ അളക്കാനുള്ള മാനദണ്ഡമായി വെക്കുക. ആരെയും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആർക്കു മുകളിലും ഹാക്കിമാണ്. ഖുർആനും സുന്നത്തും കൊണ്ട് നമ്മളെല്ലാവരെയും വിധിക്കും. പക്ഷെ ഒരാളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഖുർആനും സുന്നത്തിനെയും വിധിക്കുകയില്ല. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞു, യബ്ന ഉമ്മി ലാ തഅഖുദ് ബിലിഹ്യതി വലാ ബിറഅസി, യബ്ന ലാ തഅഖുദ് ബിലിഹ്യതി വലാ ബിറഅസി. എൻ്റെ ഉമ്മയുടെ മകനെ, ഉമ്മയും ഉപ്പയൊത്ത ഷഖീഖായ സഹോദരനാണ് ആര്? ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂൻ നബി പറഞ്ഞു, എൻ്റെ താടിക്കും മുടിക്കും പിടിക്കല്ലേ, ഞാൻ ഇവരോട് പറഞ്ഞു, വകാദു യഖ്തുലൂനനി, അവരെന്നെ കൊല്ലുമെന്നായി. ഹാറൂൻ നബി അലൈഹിസ്സലാം പറയുകയാണ്, ചില ആളുകൾ നന്മ വിലക്കുന്നതിനും നന്മ കൽപ്പിക്കുന്നതിനും തിന്മ വിലക്കുന്നതിനും അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് ചില പിഴച്ച കക്ഷികൾ ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് പറയുന്നത് കാണാം. നന്മ കൽപ്പിച്ചാൽ മതി, പിന്നെ എന്ത് ചെയ്യണ്ട, തിന്മ വിലക്കേണ്ടതില്ല. കൂട്ടർ അള്ളാഹു പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എപ്പോഴും പോകുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അതുകൂടി പറഞ്ഞിട്ടാണ് അള്ളാഹു അവസാനിപ്പിച്ചത്. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഇമാം ഇബ്നുൽ ഖയ്യിം വെറുതെ അല്ല പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹയിൽ സകല പിഴച്ച കക്ഷികൾക്കും മറുപടിയുണ്ട്, സകല വിദഅത്തുകൾക്കും മറുപടിയുണ്ട് എന്നാണ്, എല്ലാ ദലാലത്തിനും. അള്ളാഹു സുബ്ഹാനഹു വ തആല, റബ്ബേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, നന്മയുടെ മാതൃക പറഞ്ഞതിനേക്കാൾ വിശദമായിട്ടാണ് തിന്മയുടെ കാര്യത്തെ താക്കീതിരിക്കുന്നത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വദ്ദാല്ലീൻ എന്ന് കൂടിയല്ല, വലദ്ദാല്ലീൻ. അവിടെ എല്ലാം എന്തുണ്ട്, കൂടുതൽ ഉറപ്പിക്കുന്ന പ്രയോഗമാണത്. അല്ലാഹുവെ കോപത്തിനിടെ അവരുടെ മാർഗത്തിലല്ല, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നബിയുടെ അടയാളമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر. നന്മ കൽപ്പിക്കുക, തിന്മ വിലക്ക്. ചില ആളുകൾ പറഞ്ഞു, നന്മ കൽപ്പിച്ചാൽ മതി, തിന്മ അങ്ങ് പോയിക്കോളും. നീ വെളിച്ചം കത്തിച്ചാൽ മതി, ഇരുട്ട് തനിയേ ഇല്ലാതാകും. നല്ല ഉദാഹരണം. പക്ഷെ ഇവിടെ യോജിക്കില്ല. നിൻ്റെ ഫിലോസഫി കൊണ്ട് നീ ദീൻ പൊളിക്കാൻ വരരുത്. നിനക്കാണോ ദഅവത്ത് നന്നായി അറിയാം, അതല്ല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തിന്മ വിലക്കിയിട്ടുണ്ട്. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയാണ്, അങ്ങനെ ചെയ്യണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ കയറി
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരും. സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും. പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കില്ല. ശിക്ഷ ഇറങ്ങിയാൽ പിന്നെ ദുആക്ക് ഉത്തരമില്ല എന്നാണ്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ. നിങ്ങളിൽ അക്രമം ചെയ്തവർക്ക് മാത്രമല്ലാതെ എല്ലാവരെയും പിടികൂടുന്ന ഫിത്നയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പലിൽ പോകുന്നവരുടെ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അടിയിലൊരു കൂട്ടർ, മുകളിലൊരു കൂട്ടർ, കപ്പലിൻ്റെ 2 തട്ടിൽ. താഴെയുള്ളവർക്ക് വെള്ളം വേണമെങ്കിൽ മുകളിലേക്ക് പോകണമായിരുന്നു. വിവരദോഷികൾ കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയാൽ പോരെ, കപ്പൽ തുളയുണ്ടാക്കിയാൽ മതിയല്ലോ, വെറുതെ മുകളിൽ പോയി അവരെ ബുദ്ധിമുട്ടിക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ കൈക്ക് പിടിച്ചാൽ നജൗ ജമീഅൻ, അവർ രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും. അല്ല, അവരിഷ്ടമുള്ളത് ചെയ്തു കൊടുത്താൽ അവർക്ക് വീതം കിട്ടിയ ഭാഗത്ത് അവർ ചെയ്യുന്നതിൽ, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എന്തിനിടപെടണം എന്ന പുതിയ ഭാഷയിലൊക്കെ തത്വം പറഞ്ഞ് ആളുകൾ അവിടെ നിന്നാലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹലകൂ ജമീഅൻ, അവരും നശിക്കും, എല്ലാവരും നശിക്കും. നന്മ പറഞ്ഞതുകൊണ്ട് തിന്മ വിലക്കിയതുകൊണ്ട് നമുക്കുണ്ടാവുക ചെറിയ ഉപദ്രവങ്ങൾ, അത് ജനങ്ങളുടെ ഉപദ്രവമാണ്. എന്നാൽ അത് ഉപേക്ഷിച്ചാൽ വരിക അള്ളാഹുവിൻ്റെ അദാബാണ്. നഊദു ബില്ലാഹ്. ഏത് വേണം? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതുകയാണ്, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസക്കും ശിയഅൻ വയുദീഖ ബഅദക്കും ബഅസ ബഅദ്. 3 രൂപത്തിലുള്ള അപകടങ്ങളെക്കുറിച്ച് ആ ആയത്തിലുണ്ട്. ഒന്നെന്താണ്? അള്ളാഹു കഴിവുള്ളവനാണ് മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ശിക്ഷയേക്കാൻ, താഴെ നിന്നൊരു ശിക്ഷ കൊണ്ട് നിങ്ങളെ പിടികൂടാൻ. 2 സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഊദു ബിവജ്ഹിക്, അള്ളാഹുവെ നിൻ്റെ വജ്ഹ് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. എന്നാൽ 3ാമത്തെ കാര്യം, ഔ യൽബിസക്കും ശിയഅൻ വയുദീഖ ബഅദക്കും ബഅസ ബഅദ്, നിങ്ങളെ പല കക്ഷികളാക്കി തിരിച്ച് ഒരു കൂട്ടരുടെ ഉപദ്രവം മറ്റൊരു കൂട്ടരെ ഏൽപ്പിക്കുക, അഥവാ മനുഷ്യരെ കൊണ്ടുള്ള ഉപദ്രവം അത് നിങ്ങളെ ഏൽപ്പിക്കാനും കഴിവുള്ളവനാണ് റബ്ബ്. ഇവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഹാദാ അഹ്വൻ, ഇത് നിസാരമാണ്. അത് നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, സുബ്ഹാനല്ലാഹ്, മുകളിൽ നിന്ന് ശിക്ഷ വരിക, താഴെ നിന്ന് ശിക്ഷ വരിക, എങ്ങോട്ട് ഓടും? ആര് രക്ഷിക്കും? എല്ലാവരും പരക്കം പായും. ഏതാകാശം തണൽ വിരിക്കും? ഏത് ഭൂമി നമ്മുടെ ഭാരം താങ്ങും? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഹാറൂൻ അലൈഹിസ്സലാം അവർ ശിർക്ക് എന്ന് കണ്ട് മിണ്ടാതിരുന്നു എന്നാണ് ഈ ഖൗം പറയുന്നത്. അള്ളാഹുവിൻ്റെ നബിമാരുടെ പേരിൽ അപരാധം ആരോപിക്കാനാണ്. ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞു, കാദു യഖ്തുലൂന, അവരെ കൊല്ലാൻ വന്നു എന്നാണ്. എന്തിനു കൊല്ലാൻ പറഞ്ഞു? മിണ്ടാതിരിക്കുന്ന ആളെ. ഹാറൂൻ അലൈഹിസ്സലാം അത് വിലക്കിയിട്ടുണ്ട്. പക്ഷെ ഖൗം പറഞ്ഞു, ലൻ നബ്റഹ അലൈഹി ആകിഫീൻ ഹത്താ യർജിഅ ഇലൈനാ മൂസ, ഞങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി ഇതിനെ ഇബാദത്ത് ചെയ്ത് കൂടും മൂസ വരുന്നത് വരെ. സാമിർ പറഞ്ഞു കൊടുത്തു, ഹാദ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസി, ഇതാണ് നിങ്ങളുടെയും മൂസായുടെയും ഇലാഹ്. മൂസാ മറന്നിട്ട് പോയതാണ്, സാമിർ പറഞ്ഞതാണ്. ഇത് വിശ്വസിച്ച് ഖൗം അതിനെ ഇബാദത്ത് ചെയ്യുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഉമ്മത്തിൽ ബിദ്അത്തുകൾ കെട്ടിയുണ്ടാക്കുന്ന ഏതൊരാളുടെയും ഇമാം സാമിരിയാണ്. കാരണം അവൻ എന്താണ് അവിടെ ഉണ്ടാക്കി കൊടുത്തത്? ബിദ്അത്താണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ദീനിൻ്റെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ അത് പാട്ടും ഡാൻസും ഒക്കെ ആക്കി മാറ്റിത്തീർക്കുന്ന ആളുകൾക്കെല്ലാം ഉള്ള മാതൃക സാമിരിയുടേതാണ്. കാരണം ഈ കാളക്കുട്ടിക്ക് ചുറ്റും നൃത്തം ചെയ്തും ആടിയും പാടിയൊക്കെ ആയിരുന്നു അവരുടെ ഇബാദത്ത് എന്നാണ്. സൂഫികളുടെ ഇബാദത്തുകൾ കാണുന്നില്ല നിങ്ങൾ? ഇങ്ങനെ ആടുന്നുണ്ടാവും, ആടി ആടി കൈ പിടിച്ചും പിടിക്കാതൊക്കെ ആടി ആടി ആടി. എന്തിനാണ് ഇത് ആടുന്നത്? വെറുതെ അല്ല, ഇത് ഇബാദത്തായിട്ടാണ് ഈ ചെയ്യുന്നത്, ഇബാദത്തായിട്ടാണ് ഈ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ റൂമി? റൂമി, ജലാലുദ്ദീൻ റൂമി, അയാളുടെ വാക്കുകൾ മുസ്ലിമീങ്ങളല്ലാത്തവർ വരെ, പാർലമെൻറ്റിൽ വരെ ഈ അടുത്തൊരാൾ ഉദ്ധരിക്കുന്നത് കേട്ടു. എന്ത്? റൂമി പറഞ്ഞിരിക്കുന്നു. അറേ റൂമി, അയാൾ തന്നെ പറഞ്ഞെന്ത്? എനിക്കറിയില്ല,
ഞാൻ ഏതാണ്? ഞാനൊരു ബിംബാരാധകനാണോ, ഞാനൊരു മജൂസിയാണോ, ഞാനൊരു മുസ്ലിമാണോ, അല്ല ഞാൻ നസ്രാനിയാണോ എന്നെനിക്കറിയില്ല. യഥാർത്ഥത്തിൽ അതൊരു ഉത്തരം ഞങ്ങൾക്കറിയാവുന്നതാണ്. ഇയാൾ ഏതാണെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാൽ മുസ്ലിം അല്ല എന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല അതിൽ. നോക്കൂ നിങ്ങൾ, ഈ ആളുടെ പോരിശകൾ വരുന്നത് കേവലം സമസ്തക്കാരുടെ മാസികകളിലാണ് നിങ്ങൾ വിചാരിക്കരുത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാസികകളിൽ കാണാം ഹൗല വലാ തലക്കെട്ട് സഹിതം ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് അയാളുടെ പാരമ്പര്യമായി വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറേ ആളുകൾ ഇരുന്ന് പാട്ട് പാടും. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സൂഫി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്നൊരു പിക്ചറുണ്ടല്ലോ, ഒരു നെടുനീളം തൊപ്പിയും സ്ത്രീകളുടെ പാവാട പോലത്തെ ഒരു ഡ്രസ്സും ഇത് ധരിച്ചിട്ട് ഒരു കൂട്ടർ പാട്ട് പാടുന്നുണ്ടാവും. ഇത് ധരിച്ച ടീം ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. എന്താ കറങ്ങുക? നിങ്ങളൊരാൾ ആ കറങ്ങുന്ന പോലെ ഒരു മിനിറ്റ് കറങ്ങി നോക്കി, നിങ്ങൾ തല ഇറങ്ങി വീഴും. പക്ഷേ ഇത് എത്രയോ മണിക്കൂറുകൾ ഒരേ കറങ്ങലാണ്. പാട്ടിനനുസരിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കേവലം ഒരു കലാരൂപമോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഹറാമാണ്. അതിനപ്പുറം ഇതെന്താണ്? ഇബാദത്താണ്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ തികച്ചും പൈശാചികമായ ശൈത്താനിയത്താണ്. ഇതെല്ലാം പൈശാചികമായ കാര്യങ്ങളാണ്. അയാളൊക്കെ പുകഴ്ത്തുന്ന, പിന്നെ റൂമി പറഞ്ഞ കാര്യം അതൊക്കെ വ്യാഖ്യാനം പറയുന്ന, അതൊക്കെ വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലെ മാസികകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആളുകളുണ്ട്. എത്രയോ കുട്ടികളെ, അതായത് ആദ്യം വളരെ തോന്നിവാസത്തിലും വൃത്തികേടിലും ഇതിലൊക്കെ കഴിഞ്ഞ കുട്ടികളെ കാണാം. പിന്നെ ദീനിലെത്തി, പിന്നെ നേരെ ഇങ്ങോട്ടൊക്കെ സൂഫി. ഈ അടുത്തൊരാളെക്കുറിച്ച് വായിച്ചുകൊണ്ട്, അയാൾ നാട്ടിൽ അറിയപ്പെട്ടൊരു ഗുണ്ടായിരുന്നു അത്രേ. ഗുണ്ടെന്നല്ല, അതിന് നേതാവായിരുന്നു അത്രേ. പിന്നെ എന്തായി മാറി? ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ ഏതായി മാർഗം? സൂഫി മാർഗം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ. ഒന്നുകൂടി ഷർറ് കുറഞ്ഞത് അപ്പുറത്തേതായിരുന്നു. അപ്പോൾ നോക്കൂ, ഇത് ഈ രൂപത്തിൽ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ വക ബിദ്അത്തുകളുടെ ഒക്കെ അവരുടെ ഒക്കെ യഥാർത്ഥത്തിലുള്ള ഇമാം സാമിരിയാണ്. ബിദ്അത്തുകൾ ശിർക്കിലേക്കുള്ള വഴിയാണ്. സാമിരി ഈ രൂപം ഉണ്ടാക്കിയെന്നാണ്. സാമിരി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന സമയത്ത്, ഫിറഔനിനെ നശിപ്പിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന കുതിരയുടെ കാലടിപ്പാടിലെ മണ്ണ് സാമിരി എടുത്തു. ഖുർആനിൽ അള്ളാഹു അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫഖബദ്തു ഖബ്ദതൻ മിൻ അഥരി റസൂൽ. സാമിരി പറഞ്ഞു, റസൂലിൻ്റെ അഥവാ മലക്കായ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഉദ്ദേശം. അഥറിൽ നിന്ന് ഞാനൊരു പിടിയെടുത്തു, ആ മണ്ണെടുത്തു. അള്ളാഹു പരീക്ഷണമായി നിശ്ചയിച്ചു. അത് ഈ കാളക്കുട്ടിയുടെ രൂപത്തിൽ ഫിറഔനിൻ്റെയും കൂട്ടരുടെ ഖിബ്തികളുടെ കയ്യിൽ നിന്ന് അവർ കടം വാങ്ങി വന്ന സ്വർണവും മറ്റുമൊക്കെ കൊണ്ടാണ് ഈ രൂപം ഉണ്ടാക്കിയത് എന്നാണ് സാമിരി. അതിലേക്ക് ഇതിട്ടപ്പോൾ അത് ഒരു ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഖുവാർ, ഒരു മുക്രയിടുന്ന ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അതോടെ അവരതിനെ ഇബാദത്ത് ചെയ്യുന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നു. നോക്കൂ, ബിദ്അത്ത് ഷിർക്കിലേക്ക് നയിക്കുന്നു. ബിദ്അത്തുകൾ മുഴുവൻ യഥാർത്ഥത്തിൽ നോക്കൂ ഷിർക്കിലേക്കുള്ള വഴിയാണ്, ഷിർക്കിലേക്കുള്ള വസീലയാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഈ രൂപത്തിൽ സാമിരി അവരെ വഴിപഴപ്പിക്കുകയുണ്ടായി. മൂസ അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് അവരോട് ഈ ചെയ്തത് എന്താണ്, എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് എന്ന കാര്യം മൂസ അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തി. അവർക്ക് മനസ്സിലായി ചെയ്തത് തെറ്റായിരുന്നു. വലമ്മ സുഖിത ഫീ ഐദീഹിം വറഔ അന്നഹും ഖദ് ളല്ലു എന്നാണ് ഖുർആനിൽ അല്ലാഹു അതേക്കുറിച്ച് പറഞ്ഞത്. ചെയ്തത് വലിയ അബദ്ധമായി എന്നവർക്ക് മനസ്സിലായി. അവർ വഴിതെറ്റിപ്പോയിട്ടുണ്ട് എന്നും അവർക്ക് മനസ്സിലായി. ഇനിയുള്ളത് തൗബയാണ്. സാമിരിയോട് മൂസ അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് നിൻ്റെ കാര്യം, നീ എന്താണ് ചെയ്തത്? അവൻ പറഞ്ഞു, ഞാൻ ഇന്നതാണ് ചെയ്തത്. ഈ രൂപമുണ്ടാക്കി ജിബ്രീലിൻ്റെ കാലടിപ്പാടിൽ നിന്നൊരു മണ്ണെടുത്തു, എന്നിട്ട് ഇതിലിട്ടു. കദാലിക സവ്വലത് ലി നഫ്സി, എൻ്റെ നഫ്സ് എനിക്ക് ശരിയാണെന്ന് തോന്നിപ്പിച്ച കാര്യം അതാണ്. നോക്കൂ നിങ്ങൾ, ഹവൻ നഫ്സ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ബിദ്അത്തുകാർ അവൻ യഥാർത്ഥത്തിൽ ഹവയെ പിൻപറ്റുകയാണ്.
ഹവയെ പിൻപറ്റുക, ദേഹേച്ഛയെ പിൻപറ്റുക എന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മെ വഴിപിഴപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ബിദായി കക്ഷികളെ കുറിച്ച് പറ അഹ്ലുൽ അഹ്വാഇ വൽ ബിദഅ, ഹവയുടെയും ബിദഅത്തിൻ്റെയും കക്ഷികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് അലൈഹിസ്സലാമിനോട് ഹക്കനുസരിച്ച് വിധിക്കാൻ, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് വലാ തത്തബിഇൽ ഹവ, ഹവയെ പിൻപറ്റ്. അഹ്വാഇനെ പിൻപറ്റുന്നത് വിലക്കുന്ന ഖുർആനിൽ ആയത്തുകൾ എത്രയാണ്. സ്വന്തം ദേഹേച്ഛയെ പിൻപറ്റുക, തോന്നിവാസം പിൻപറ്റുക, ദീൻ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. വമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ. ആരാണ് റബ്ബിൻ്റെ മഖാമിനെ ഭയപ്പെട്ടത്, അള്ളാഹുവിൻ്റെ സ്ഥാനം, അതുപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട രംഗം അതോർത്ത് ഭയപ്പെട്ടത്, നഫ്സിൻ്റെ ഹവയിൽ നിന്ന് തടഞ്ഞത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവനുള്ളത് സ്വർഗമാണ്, അതാണ് അവൻ്റെ സങ്കേതം. അതുകൊണ്ട് നമ്മുടെ ഹവ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൻ്റെ തബഅയിരിക്കണം, അതിൻ്റെ പിന്നാലെ ആയിരിക്കണം. അതല്ലാതെ ഈ നഫ്സിൽ തോന്നുന്നത്, ഓരോരുത്തർക്ക് തോന്നുന്നത് അവർ ഇബാദത്തായി തോന്നുന്നത് ഇബാദത്തായി കാണുക, അവർ ശരിയാണെന്ന് തോന്നുന്നത് ശരിയായി കാണുക. ഇങ്ങനെ ചെയ്താൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ ദീൻ ബാക്കി ഉണ്ടാവുക, നമ്മൾ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. ഹവയെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ദേഹേച്ഛകളെ, മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ, തോന്നലുകളെ വളരെ പിൻപറ്റേണ്ടത് വളരെ സൂക്ഷിക്കണം. പിൻപറ്റേണ്ടത് കിതാബും സുന്നത്തുമാണ്. തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അത് നിങ്ങൾ പിൻപറ്റുക. അള്ളാഹു പറഞ്ഞതാണ്. ഖുർആനും സുന്നത്തും നമ്മുടെ മുൻഗാമികൾ, ഈ ഉമ്മത്തിൻ്റെ നല്ലവരായ മുൻഗാമികൾ, സലഫുൽ ഉമ്മ, അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. ബിദ്അത്തുകളെ സൂക്ഷിക്കുക, ഹവയെ സൂക്ഷിക്കുക, നശിപ്പിച്ച് കളയും. നോക്കൂ, അവനിങ്ങനെ പറഞ്ഞു, മൂസ അലൈഹിസ്സലാം അവനോട് പറഞ്ഞു, ഇന്ന ലക, നിനക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഇനിയുള്ളത് എന്താണ്, അൻ തഖൂല ലാ മിസാസ് എന്ന് പറയലാണ്, ആരും എന്നെ തുടരുത് എന്ന് പറയലാണ്. പിന്നീട് അവൻ്റെ അരികിലേക്ക് ആര് വന്നാലും അങ്ങനെ പറയുമെന്ന്, ലാ മിസാസ്. നോക്കൂ, നിങ്ങൾ മുബ്തദിഇനെ അകറ്റി നിർത്തണം, അവനെ ഹജ്ർ ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാന തെളിവുകളിലൊന്നാണ്. മൂസ അലൈഹിസ്സലാം എന്തു പറഞ്ഞു, പിന്നെ അവനുമായി ബന്ധമില്ല എന്നതാണ്. അപ്പോൾ നോക്കൂ, ബിദ്അത്തിനെ, അതിൻ്റെ കക്ഷികളെ അകറ്റി നിർത്തണമെന്നത് ദീനിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ ഉസൂലുകളിൽപ്പെട്ടതാണ്, അടിത്തറയിൽപ്പെട്ടതാണ്. യാതൊരു സംശയവുമില്ല, ദീനിൻ്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. അഹ്ലു ബിദ്അത്തിനെ അകറ്റി, കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആളുകളുടെ ദീൻ നശിച്ചു പോകും. അത് നമ്മുടെ അടിത്തറയാണ് എന്ന കാര്യം ഒരിക്കലും മറക്കരുത്, അത് മറക്കാൻ ഒരിക്കലും പാടില്ല. അതേസമയം ശരിയാണ്, എല്ലാ ബിദ്അത്തും ഒരുപോലെയല്ല, മനസ്സിലായില്ലേ? ഒരാളുടെ കയ്യിൽ അമലിൽ ഉള്ള ഒരു ബിദ്അത്തുണ്ട്, വേറൊരാളുടെ കയ്യിൽ വിശ്വാസത്തിലൊരു ബിദ്അത്ത്. രണ്ടും മുബ്തദി ഒരുപോലെയാണോ? ഒരുപോലെ, വ്യത്യാസമുണ്ട്. ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നൊരു ദായി, ഒരു പ്രബോധകൻ, ക്ഷണിക്കുകയൊന്നും ചെയ്യാത്ത ആരെയോ പിൻപറ്റി നടക്കുന്ന ഒരു സാധാരണക്കാരൻ, രണ്ടും ഒരുപോലെയാണോ? അല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം റാഫിദികളെ അതുപോലെ മുഅ്തസിലികളെ രണ്ടും കടുത്ത ബിദ്അത്തിൻ്റെ കക്ഷികളാണ്. ഇപ്പോൾ ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് കാണാം, അവരിലെ ചില നേതാക്കന്മാർ എടുത്തു പറഞ്ഞുകൊണ്ട്, എന്നാൽ ഇത് രണ്ടും ഒരുപോലെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഇന്നഹു മിൻ അദ്ലമിൽ ളാലിമീൻ, അവൻ വലിയ അക്രമികളിൽ ഒരാളാണ്. അങ്ങനെ പറഞ്ഞാൽ അത് ദുൽമാണ്, എന്ത് ചെയ്യരുത്. ഒരുപോലെ അല്ലാത്ത രണ്ട് ബിദ്അത്തിനെ ഒരുപോലെയാണെന്ന് പറയരുത്, വ്യത്യാസമുണ്ട്. ചില ആളുകൾക്ക് ഇതറിയില്ല, മനസ്സിലായില്ലേ? ശിർക്കും ഖുറാഫാത്തും ഇങ്ങനെ കൂട്ടിയ ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുന്ന കക്ഷികളെ, അവരെയും അതേസമയം മറ്റ് ചില മേഖലകളിൽ, അത്ര ഗൗരവമില്ലാത്ത ചില മേഖലകളിൽ, ബറാഇൻ്റെയോ മറ്റോ വിഷയങ്ങളിൽ, അതുപോലെ മറ്റ് ചില കാര്യങ്ങളിൽ, ദഅവത്തിൻ്റെ മനഹജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രശ്നങ്ങളുള്ള കക്ഷികൾ ഒരുപോലെ പറയുന്നത് കാണാം. ശരിയല്ല, ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. ഇതുപോലെ നോക്കൂ, അഹ്ലുസുന്നത്തിന് ഖുവ്വത്തുള്ള ഇടങ്ങൾ, അഹ്ലുസുന്നത്ത് വളരെ ദുർബലരായ ഇടങ്ങൾ, ഇതിൽ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ബിദ്അത്തിൻ്റെ കക്ഷികളുടെ ഇടപാടിൽ വ്യത്യാസമുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ഖുറാസാനിലുള്ള ആളുകൾ അവർ ബിദ്അത്തിൻ്റെ കക്ഷികളോട് സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു, ഇന്നഹും ലാ യഖവൗന അലൈഹി,
അവർക്കതിനുള്ള ശേഷിയില്ല. അപ്പോൾ നോക്കൂ, ഇതിനെല്ലാം ഫിഖ് അറിവ് വളരെ ആവശ്യമാണ്. നമുക്ക് തോന്നിയതുപോലെയല്ല നിലപാട്. ഞാൻ നേരത്തെ പറഞ്ഞ അസ്ൽ മറക്കുക. അഹ്ലുസുന്നത്തിൻ്റെ അസ്ൽ ബിദ്അത്തിനെ അതിൻ്റെ ആളുകൾ അകറ്റി നിർത്തുകയാണ്, അതിൽ സംശയമില്ല. പക്ഷേ നോക്കൂ, അത് പ്രയോഗവൽക്കരിക്കുന്ന ഇടങ്ങളിൽ ചില കാരണങ്ങൾ കൊണ്ട്, ചില ഘടകങ്ങൾ കൊണ്ട് വ്യത്യാസങ്ങൾ വരാം. എല്ലായിടത്തും ഒരേപോലെ അല്ല അത് എന്തു ചെയ്യേണ്ടത്, അത് നടപ്പിൽ വരുത്തുന്നത്. പക്ഷെ അസ്ൽ അതാണെന്ന് നമ്മൾ മറന്നു വരുന്നത്. ഇവിടെ പിന്നെ ഈ രണ്ട് വിദഗ്ധക്കാരനൊന്നല്ല, ഇത് നമ്മൾ ദുർബലമാണ്, അതുകൊണ്ട് നമുക്ക് ആ അസലൊക്കെ മാറ്റി കഴിഞ്ഞ് അവരോട് എല്ലാ നിലക്കും ചേർന്ന് ലയിച്ച് അങ്ങനെ പോകാം, അങ്ങനെയാണോ? അല്ല, അടിത്തറ മറന്നു പോകരുത്. അസലാണ്, അതൊരു സംശയവുമില്ല. മനസ്സിലായില്ല? പക്ഷേ അതേസമയം അഹ്ലുസുന്നത്ത് അത്രയും ശക്തമായ ഒരു കാലത്ത് അഹ്ലുൽ ബിദ്അയിനോട് സ്വീകരിച്ച നിലപാട് ചിലപ്പോൾ ഈ കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് അതുപോലെ പാലിക്കുക എന്നുള്ളത് നേരെ വിപരീത ഫലമാണ് ചെയ്യുക. ഇതിനൊക്കെ ഒരു ഇത് ചെയ്യാൻ പറഞ്ഞതിന് എന്തുണ്ടാകും? ഒരു കാരണമുണ്ടാകും, അതിന് പിന്നെ ഒരു ലക്ഷ്യമുണ്ടാകും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, കൈഫ ഇസ്തവ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് ഇമാം അഹ്മദ് പറഞ്ഞപ്പോൾ, ഖുർആനിലെ ആയത്തിനെ കുറിച്ച് കൈഫ ഇസ്തവ എന്ന് പറഞ്ഞവനെ ഇമാം മാലിക് റഹിമഹുല്ലാ എന്താണ് പറഞ്ഞത്? അറാക റജുലു സൂ, ഞാൻ നിന്നെ ഒരു മോശക്കാരനായ ആളായിട്ടാണ് കാണുന്നത്, പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു, പുറത്താക്കി. എന്നാൽ സുബ്ഹാനല്ലാഹ്, സമാനമായ ചോദ്യം പിൽക്കാലത്ത് അഹ്ലുൽ ഹദീസിൻ്റെ അയിമ്മത്തിൽപ്പെട്ട മുഹദ്ദിസുകളുടെ ഇമാമുമാരിൽപ്പെട്ട ഇമാം അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി വളരെ ലളിതമായി സൗമ്യമായ ആളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. എന്ത് ചെയ്തില്ല? ഇമാം മാലിക് പറഞ്ഞതുപോലെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞില്ല. കാരണം ഇമാം മാലിക് ഒരാളെ പുറത്താക്കിയതാണ്, പിന്നൊരാൾ അവനെ അടുപ്പിക്കുകയില്ല. അതേസമയം ചിലപ്പോൾ ചില സമയത്ത് നമ്മളൊരുത്തിനെ പുറത്താക്കിയാൽ ചിലപ്പോൾ അവൻ്റെ പിന്നാലെ ഇരിക്കുന്ന ആളുകളൊക്കെ. ഇതിന് എന്തുണ്ട്? അതിൻ്റെ ഫലം എന്താണ്? അതിലുള്ള മസാലിഹ് എന്താണ്? മഫാസിദ് എന്താണ്? ഇത് വേർതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് അറിവുള്ള ആളുകളോട് ചോദിക്കണം, ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ അടിത്തറ ഒരിക്കലും മാറുക, അത് മറന്നു പോകരുത്. അതിൽ നമുക്ക് ആ കാര്യം മറന്ന് പോവുക പാടില്ല. മനസ്സിലായില്ല? ആ അടിത്തറയിൽ നമ്മളാരെങ്കിലും പിന്നോട്ട് പോയി എന്ന് തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായില്ലേ? ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും പിഴവുള്ള കക്ഷികളോട് എന്തെങ്കിലും ഒരു നയപരമായ രൂപത്തിൽ പെരുമാറി എന്നതുകൊണ്ട് ആൾ അഹ്ലുസുന്നത്തിൻ്റെ അസലിൽ നിന്ന് പുറത്തുപോയ ആളാണ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പക്ഷേ അത് ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ്. അതിനുള്ള തെളിവാണ് സാമരിയ മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞു, ഇന്ന ലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്. അവനങ്ങനെ പിന്നെ ആ ആളുകളിൽ നിന്ന് അങ്ങേറ്റം അകന്ന് അവരുമായി ചേരാതെ മരിക്കോളം ജീവിച്ചു എന്നാണ് ചരിത്രം. എന്നിട്ട് മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നീ ആരാധിച്ചതിനെ നീ നോക്കൂ, ലനുഹർരിഖന്നഹു, നാം എന്താണ് അതിനെ ചെയ്യാൻ പോകുന്നത്? കത്തിക്കാൻ പോവുകയാണ്. സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ, പൊടി പൊടിയാക്കി കടലിൽ പാറ്റിക്കളയാനാണ് പോകുന്നത്. കാരണം അതിൻ്റെ ഒരു അടയാളവും ബാക്കിയാക്കാതെ മൂസ അലൈഹിസ്സലാം അത് നടപ്പിലാക്കിയെന്നാണ്. കാരണം പിന്നീട് ആളുകൾ അതിലേക്ക് പോകാതിരിക്കാൻ ഒരു ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്തും അതുപോലെ മുസ്ലിമീങ്ങൾക്ക് സ്വാധീനമുള്ളിടത്തും സ്വന്തം അധികാരപരിധിയിലും ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ ഒരാൾ ചെയ്യേണ്ടത് അതാണ്. അതേസമയം അത് ഇല്ലാത്തിടത്ത്, അധികാരമില്ലാത്തിടത്തും മറ്റും ഇതുപോലുള്ള നടപടിയിലേക്ക് കടന്നാൽ എന്താണ് സംഭവിക്കുക? വിപരീത ഫലമാണ് ഉണ്ടാവുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ അതിനുശേഷം ഉംറയ്ക്ക് വന്നിട്ടുണ്ട്. അന്ന് കഅബയിൽ ആ പറഞ്ഞ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് സ്വീകരിക്കേണ്ട നടപടി ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ എന്ന് പറഞ്ഞ് കയ്യിലുള്ള വടി കൊണ്ട് ഓരോന്നിനെയും കുത്തി തകർത്ത് തരിപ്പണമാക്കിയത് എപ്പോഴാണ്? ഫത്ഹിന് ശേഷമാണ്, മക്ക വിജയിച്ചടക്കിയതിന് ശേഷമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ചോദിച്ചു, മൻ യുരീഹുനി മിൻ ദിൽ ഖലസ, ദുൽഖലസയിലെ ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബത്തിൽ നിന്ന് എനിക്ക് റാഹത്ത് നൽകാൻ ആരുണ്ട്? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിന് റാഹത്തില്ല. അള്ളാഹുവിന് ഓർമ്മ ഇങ്ങനെ ഒന്ന് നബിയുടെ അധികാരത്തിന് കീഴിൽ ജനങ്ങൾ അതിനെ ആരാധിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമാണ്, മൻ യുരീഹുനി മിൻ ദിൽ ഖലസ. തകർക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തില്ല? റാഹത്തില്ല. അതെപ്പോഴാണ്?
അതിന് അധികാരവും സൗകര്യവും ഉണ്ടായാൽ ഒരാളുടെ കീഴിൽ ഒരാളുടെ പറമ്പിൽ ഇങ്ങനെ ഒന്നുണ്ട്, അല്ലെങ്കിൽ കെട്ടി ഉയർത്തപ്പെട്ടൊരു ജാറമുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വാജിബാണെന്ത് നീക്കം ചെയ്യാന്നുള്ളത്. അതേസമയം ആരാൻ്റെ പറമ്പിലാണെങ്കിലോ സുബ്ഹാനല്ലാഹ് അത് ചെയ്താൽ എന്താണ് ചിലപ്പോൾ സംഭവിക്കുക? നേരെ വിപരീത ഫലം. അത് അതിനേക്കാളും നന്നായി ഉണ്ടാക്കുകയും ചെയ്യും. ചിലപ്പോൾ പിന്നീട് ഒരു ദഅവത്തോ നന്മയുള്ള ക്ഷണമോ തന്നെ അവിടെ ആ നാട്ടിൽ മുടങ്ങിപ്പോവും. മനസ്സിലായല്ലോ? അത് അതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ നമ്മളിത് ചെയ്യുന്നത് എന്തിനല്ല, ഇത് ചെയ്യരുത് ചെയ്യണ്ട എന്ന് പറയുന്നത്, ഇന്ന സ്ഥലത്ത് ചെയ്യണമെന്ന് പറയുന്നതും ഇന്ന സ്ഥലത്ത് ചെയ്യണ്ട എന്ന് പറയുന്നതും ആരെയും പേടിച്ചിട്ടുമല്ല, അതുപോലെ ദീനിൽ അഡ്ജസ്റ്റ് ചെയ്തതുമല്ല. മറിച്ച് ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ആര് പഠിപ്പിച്ചതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ അവിടെ ആ സമയത്ത് ഇത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് അത് ദീനാണ്. മനസ്സിലല്ലോ? ചെയ്യാൻ പാടില്ലാത്തിടത്ത് ഇത് പൊളിക്കരുത് ചെയ്യരുത് എന്ന് പറയലാണ് ദീൻ. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതല്ലാതെ അത് മുസ്ലിമീങ്ങൾ അത് ചെയ്യുമ്പോൾ അവർ ആ ദീന് പിന്നോട്ട് വെക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ദീൻ അവർ പാലിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പൊളിക്കരുത് തകർക്കരുത് എന്ന് പറയുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ ദീൻ പാലിക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താണ് ചെയ്യുന്നത്? പാലിക്കുകയാണ് ചെയ്യുന്നത് ആ സന്ദർഭം. കാരണം ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അതാണ്. ഇത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനും സുന്നത്തുമായി ജീവിക്കാനും അതിലായി മരിക്കാനും എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك نبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا، أنت الحي الذي لا يموت والجن والإنس يموتون. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.